ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സുഹൂറിനെ എണീറ്റാണ്. ഇവിടെ ഒരാൾ നല്ല ഉറക്കാണ് കേട്ടോ. ഒന്നും അറിയാതെ ഉറങ്ങുന്നു പാവം. നോമ്പും അറിയണ്ട, അത്താഴത്തിനും എണീക്കണ്ട, എന്ത് സുഖമല്ലേ. പക്ഷേ ഇവനിങ്ങനെ കിടക്കുന്നത് നോക്കണ്ട. ചില സമയത്ത് അത്താഴത്തിന് നമ്മളെക്കാളും മുമ്പിൽ എണീക്കും, ചില സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങില്ല. അങ്ങനെ പല കാര്യങ്ങളും അതിനിടയ്ക്ക് നടക്കാറുണ്ട് കേട്ടോ. ഇപ്പം നല്ല സുഖമായിട്ട് ആൾ കിടന്ന് ഉറങ്ങാണ്. മാഷാ അല്ലാ, ഉറങ്ങട്ടെ. ക്യൂട്ടല്ലേ ഷോ. എന്തായാലും നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് പോവാം. അപ്പം നമുക്ക് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ ഇനി എണീറ്റിട്ടില്ലേന്നറിയില്ല, ലൈറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അടക്കാം, ലൈറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ബേബീസിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി എണീറ്റതാണോ അതോ ഇനി ലൈറ്റ് ഇടാത്താണോ എന്താ അറിയില്ല. എന്തായാലും നമുക്ക് റൂമിൽ നിന്ന് പോവാം, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കിടന്നുറങ്ങും. ഓക്കെ എന്നാൽ. ഇപ്പോൾ ഞാൻ എണീറ്റ സമയം ഇവിടുത്തെ ഒരു 4:15 AM ആണ്. അതായത് 4:15 AM കേട്ടോ ഞാൻ എണീറ്റിട്ടുള്ളത്. അപ്പം നമുക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് കാണാം. ബൈ. അപ്പം നമ്മളിപ്പോൾ തഹജ്ജുദാണ് നമസ്കരിക്കുന്നത്. രാവിലെ സലാഹ്, അതായത് സുഹൂറിനെ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ച് കുറച്ച് നേരം ഖുർആൻ ഓതിയ ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് പോയി സുഹൂറിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് സുബ്ഹ് നമസ്കരിച്ച് കിടക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു റുട്ടീന്. പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചതിന് മുമ്പുള്ള ആ ഒരു സമയത്തൊക്കെ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വിളക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഓതിയിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അന്ധകാലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ ഒത്തിരി സൗകര്യങ്ങളും ഫോണും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആ ഒരു ജനറേഷൻ്റെ ഭംഗി അതൊന്നും വേറെ തന്നെയാണല്ലേ. എനിക്കെപ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നുന്നൊരു ജനറേഷൻ അത് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ല, ആ ഒരു സന്തോഷവും ഇല്ല, ആ ഒരു പീസും ഇല്ല. എന്തായാലും അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം നമ്മുടെ പീസും സന്തോഷവും നമ്മളെങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടെത്തണം. അപ്പം നമ്മൾ ഈ ഒരു വെളിച്ചത്തിൽ തന്നെ നമ്മൾ ഓത്തും കാര്യങ്ങളൊക്കെ കഴിയാണ്. തഹജ്ജുദ് നമസ്കരിച്ചു, ഇനി ഓത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു വെളിച്ചത്തിൽ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി സുഹൂറിനുള്ള ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യാം.
അപ്പം നമുക്ക് വെള്ളം കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. ഒരു എനർജി ആയിക്കോട്ടെ. പിന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മളെപ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ബാക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മക്രോണിയാണ്. പക്ഷേ ഇത് നമ്മൾ ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. എല്ലാവർക്കും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെ സുഹൃത്തിന് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഐ മീൻ എന്താ പറയുക, കാക്കൂന്, ബ്രദറിന് ഒക്കെ കേട്ടോ. എനിക്ക് ഓട്സോ അല്ലെങ്കിൽ പഴമോ ഫ്രൂട്ട്സോ എന്തെങ്കിലും മതി. പക്ഷേ എനിക്കും ഇവർക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്നെ അത് മാത്രം കഴിച്ചിട്ട് കിടക്കാൻ അവരാരും സമ്മതിക്കില്ല, എന്തായാലും ചീത്ത പറയും. അപ്പം ഞാനും അത് തന്നെയാണ് കഴിച്ചത്. അപ്പം നമ്മൾ മക്രോണിയാണ് കേട്ടോ സുഹൃത്തിന് ഉണ്ടാക്കിയത്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി കൊണ്ട് കാണിച്ചില്ല, അത് കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പം നീയത്ത് വെച്ച് സുബഹ് നമസ്കരിച്ച് കുറച്ച് നേരം ഓതിന് ശേഷം കിടന്നു. ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ഞാൻ കണ്ടില്ലേ ലൈറ്റൊക്കെ കാണിച്ചത്. നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഏകദേശം ഒരു ലുഹറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് നമുക്ക് കുറച്ച് ഡ്രസ്സ് ഉണക്കാനുണ്ടായിരുന്നു. അലക്കി കഴിഞ്ഞതാണ് ഞാൻ ഓൾറെഡി. അപ്പോൾ ഉണക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഉണക്കി ഇടാട്ടോ. അപ്പം നമ്മൾ അലക്കി കഴിഞ്ഞു. ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ചു, ഒക്കെ സെറ്റായി. ഇനി ഒരു പണിയില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10-15 മിനിറ്റ് മുമ്പായിട്ട് പോയി കുളിച്ച് നമസ്കാരവും മോത്തും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് അടുക്കളയിലോട്ട് കയറാം. അങ്ങനെയാണിപ്പോൾ പ്ലാന്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മളെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി മാഷാഅല്ലാ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിൽ ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സാരമില്ല, നമുക്ക് നമ്മളെ കാര്യം നമ്മൾ നോക്കാം. അപ്പോൾ ബേബി അവിടെ എന്തോ ആപ്പിൾ തിന്നാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ആപ്പിളൊക്കെ തിന്നട്ടെ. നമുക്ക് എന്ത് ചെയ്യുക, ഇനി ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലുഹർ നമസ്കരിച്ച ശേഷം കിച്ചണിലോട്ട് പോവാം. ഓക്കെ, ബൈ. നോമ്പ് നോൽക്കാത്ത കള്ളൻ അതാരാണ് ഇവിടെ? അത്തായ കള്ളൻ ആരാ? പറ. യെസ്, കറക്റ്റ് ആൻസർ. നോമ്പ് നോറ്റ ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്നോ നീ ദുഷ്ടു?
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ, നോമ്പ് തുറൻ്റെ. പിന്നെ കുക്കിങ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാണിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പത്തിരി പൊറോട്ട പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇരിക്കാൻ കേട്ടോ. പിന്നെ ചിക്കൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്, ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മന്തി, അതേപോലെ സൂപ്പ്, സമൂസ, ഒത്തിരി സാധനങ്ങൾ ഒരു സൗദി വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് സൗദി കൊടുത്തയച്ചതാണ്. ഒത്തിരി സാധനങ്ങൾ അദ്ദേഹം കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ട് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ അദ്ദേഹം കൊടുത്തു വിട്ടതുകൊണ്ട്, പിന്നെ നമ്മളൊരു ബ്രെഡ് പൊരി മാത്രമേ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ കിട്ടി, നമ്മൾ കഴിച്ചു കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിൽ ഇക്കയും ബ്രദറും പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ റൂമിൽ ഞാനും എമ്മി ബേബി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കളിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഞങ്ങൾ കളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം മരിബ് ഇശാക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോയി നമ്മൾ നേരെ ഉറങ്ങും. അപ്പോഴേക്കും കാക്കും ബ്രദറൊക്കെ വരും, അതിന് നമ്മൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.